കടപ്പാക്കടയിലെ അരുങ്കൊലയിൽ സത്യത്തിൽ ആ നാടൊന്നാകെ നടുങ്ങിയിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നാലെ ജീവനൊടുക്കിയ പ്രതി തേജസ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയെ ലക്ഷ്യം വെച്ചാണ് എത്തിയതെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത്. തേജസ് എത്തിയ കാറിൽ നിന്നും 2 ടിൻ പെട്രോളും കണ്ടെടുത്തിട്ടുണ്ട്. ഷമീർ ഉണ്ട് കൊല്ലത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം. ഷമീർ, ഗുഡ് മോർണിംഗ്. അതായത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി കരുതിക്കൂട്ടി, കയ്യിൽ കത്തിയുണ്ട്, ഈ വാഹനത്തിൽ നിന്ന് പെട്രോൾ കണ്ടെടുത്തു. അതായത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി, കൃത്യമായ ആസൂത്രണത്തോടു കൂടി പ്രതി തേജസ് വീട്ടിലെത്തുന്നു, ഫെബിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു, അതിനുശേഷം പോയി ജീവനെടുക്കുന്നു. പക്ഷേ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് ഫെബിന്റെ സഹോദരിയാണെന്നുള്ള പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് ഈ നാടിനെ ഞെട്ടിച്ച സംഭവം ഉണ്ടാകുന്നത്. ഫെബിൻ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി പിതാവിൻ്റെ വാഹനമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇതിനുശേഷം 2 ടിന്നിലുകളിലായി പെട്രോൾ വാങ്ങി കാറിൽ സൂക്ഷിക്കുന്നു. പിന്നീട് മുഖം മറച്ചുള്ള ഒരു വസ്ത്രം വാങ്ങി ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് രാത്രിയോടുകൂടി ഈ ഉളിയക്കോവിലെ വീട്ടിലേക്ക് എത്തുന്നത്. അതായത് താൻ പ്രണയിച്ചിരുന്ന, തനിക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന് പറഞ്ഞിരുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത്. വന്ന ശേഷം ഇയാൾ വീട്ടിലുണ്ടായിരുന്ന പിതാവ് ഗോമസും അതുപോലെ തന്നെ ഫെബിനും അടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു. അവരുമായി തർക്കത്തിലേർപ്പെടുകയും പിതാവിനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് തടഞ്ഞ ഫെബിനെയാണ്, 19 വയസ്സ് മാത്രം പ്രായമുള്ള കൊല്ലം ഫാത്തിമാത നാഷണൽ കോളേജിലെ വിദ്യാർത്ഥിയായ ഫെബിനെ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ച് 3 കുത്തുകളാണ് ഫെബിനെ ഏറ്റിട്ടുള്ളത്. കഴുത്തിലും അതുപോലെ വാരിയലിലും വയറിലുമായി വലിയ കുത്തുകളാണ് അവശേഷിച്ച ശേഷം ഈ പിതാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. 2 ഇടങ്ങളിലാണ് പിതാവിന് കുത്തേറ്റത്. അദ്ദേഹം ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായി ചികിത്സയിലാണ്. ഫെബിൻ അതിനുശേഷം ഇവനെ പിന്തുടർന്ന്, അതായത് തേജസ്, ഈ പെൺകുട്ടിയുടെ കാമുകനായ തേജസിനെ പിന്തുടർന്ന് ഈ റോഡിലേക്ക് വരികയും നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവിടെ വന്ന് വീഴുന്ന CCTV ദൃശ്യങ്ങളാണ്. അതായത് ചോരയിൽ കുളിച്ച ഫെബിൻ നേരെ ഇവിടെ വന്ന് വീഴുകയും പിന്നീട് ബോധരഹിതനാവുകയും ചെയ്യുകയാണ്. അങ്ങനെ നാട്ടുകാർ ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം, അന്താളിച്ച്, അതായത് ഈ വീണ ഫെബിനെ എടുത്തു കൊണ്ടുപോകാൻ പോലും കഴിയാതെ അന്താളിച്ച് നാട്ടുകാർ നിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം സേതുലക്ഷ്മി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ ബിടെക്കിന് ഒരുമിച്ച് പഠിച്ചവരായിരുന്നു, ഒരുപാട് കാലം പ്രണയിച്ചവരായിരുന്നു. പിന്നീട് ബിടെക് കാലം കഴിഞ്ഞതിന് ശേഷം ഇരു വീട്ടുകാരും തമ്മിൽ ചേർന്ന് വിവാഹം നടത്തി കൊടുക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് വിവാഹത്തിൽ നിന്നും ഈ വീട്ടുകാർ പിന്മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഇയാൾ നിരന്തരമായി ഈ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നാണ് ഫെബിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ പോലീസ് മൊഴിയെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിതാവിൻ്റെയും മാതാവിൻ്റെയും മൊഴിയെടുത്തു. ഈ മൊഴിയിൽ പറയുന്നതനുസരിച്ച് നിരന്തരം ഇയാൾ ഈ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കാനായി ഇയാൾ ഇങ്ങനെ വരും എന്നൊരു കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. കൊല്ലപ്പെട്ട ഫെബിൻ ഒരു സൊമാറ്റോ പോലുള്ള ഒരു ഭക്ഷണ കമ്പനിയിലെ ഒരു ജോലിക്കാരനാണ്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിതാവുമായി സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കൃത്യം നടത്താനായി ഇയാൾ ഈ വീട്ടിലേക്ക് കടന്നു വരികയും ഈ കൃത്യം നടത്തിയ ശേഷം ഇയാൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഈ സംഭവം നമുക്കിപ്പോൾ കാണുന്നത് ഈ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എല്ലാം തന്നെ ചോരക്കറയുണ്ട്. ഇതിന് ശേഷം ഇയാൾ ഓടി ഈ കാറും എടുത്തുകൊണ്ട് തൊട്ട് സമീപത്തായുള്ള കടപ്പാക്കട എന്ന സ്ഥലത്തെ ചെമ്മാമുക്ക് റെയിൽവേ ബ്രിഡ്ജിനടിയിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോകുന്നു. തുടർന്ന് തീവണ്ടിക്ക് മുന്നിൽ ചാടി ഇയാൾ ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഈ കൊല നടത്താൻ തന്നെയാണ് തീവണ്ടി ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള കാര്യം, അതായത് തേജസ്സിന് ജോലിയില്ലായിരുന്നു. അതുകൊണ്ട് ജോലിയില്ലാത്ത ഒരാൾക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്ത് നൽകാൻ കഴിയില്ല എന്ന് ഇവരുടെ പിതാവ് പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഡിപ്രഷൻ ഇയാൾക്കുണ്ടായിരുന്നു. ഇയാൾ ASI കോൺസ്റ്റബിൾ ട്രെയിനിങ് പരീക്ഷ അടക്കം എഴുതിയിട്ടുള്ള ഒരാളാണ്. ഫിറ്റ്നസ്സിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ ആകെ മനോവിഷമത്തിലായിരുന്നു. കൗൺസിലിംഗ് അടക്കം ഇയാൾ വിധേയനായിട്ടുണ്ട്. അതായത് ഡിപ്രഷനിലായിരുന്ന തേജസ് കൗൺസിലിങ്ങിനടക്കം വിധേയനായിട്ടുണ്ട്. ഇയാളുടെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ASI ആണ്, നീണ്ടകര സ്വദേശിയാണ്. ഇതിനുശേഷം നിരവധി തവണ ഇയാൾ ഡിപ്രഷനിലാവുകയും കൗൺസിലിങ്ങിന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ഇയാൾ ഈ പെൺകുട്ടിയെ പലതവണ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഈ വീട്ടിലെത്തി നിരവധി തവണ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മദ്യപിച്ചടക്കം ഇവിടെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത്. എങ്ങനെ
അങ്ങനെ ഇന്നലെ 7 മണിയോടുകൂടിയാണ് രാത്രി 6:40 മണിക്കും ഇടയ്ക്കാണ് ഈ വീട്ടിലേക്ക് ഇയാൾ കടന്നു വരികയും ഇത്തരത്തിൽ മുഖം മറച്ച രീതിയിൽ ഒരു വസ്ത്രം ധരിച്ച് ഈ വീട്ടിലേക്ക് കടന്നു വന്ന ശേഷം ഇവിടെ ഈ ഒരു കൃത്യം അയാൾ നിർവഹിക്കുകയും ചെയ്തത്. എന്തായാലും ഈ കത്തി ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കത്തിയാണ് ഇയാൾ ഉപയോഗിച്ചത്. ഇയാൾ പെട്രോളുമായി വന്ന് ഈ സഹോദരിയെ, അതായത് ഇയാൾ പ്രണയിച്ച പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം സ്വയം ആത്മഹത്യ ചെയ്യാനായിരുന്നു ഇയാളുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൽ ഉറച്ച് മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് അയാൾ ഇന്നലെ രാവിലെയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് വീട്ടുകാർ നിരവധി തവണ ഇയാളെ ഫോണിൽ ബന്ധപ്പെടുന്നു, പക്ഷേ ഫോണിൽ ഇയാളെ ലഭിക്കുന്നില്ല. പിന്നീട് രാത്രിയോടുകൂടിയാണ് ഇവിടേക്ക് വരികയും ചെയ്തത്. ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നു, പക്ഷേ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ ഇവിടെ വലിയ തിരക്ക് ഈ റോഡിലുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രണയപ്പകയ്ക്ക് പിന്നാലെ ഉണ്ടായ ഒരു ക്രൂര കൃത്യം ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണോ പോലീസിന്റെ നിലവിലെ അന്വേഷണത്തിന്റെ പോക്ക്? ഈ ഒരു രീതിയിൽ തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കൂടിയുണ്ടോ? ആ രീതിയിൽ കൂടി അന്വേഷണം വഴിമാറുന്നുണ്ടോ? സേതുലക്ഷ്മി, പ്രണയപ്പക എന്ന് തന്നെ വേണം പറയാൻ. അത് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. കാരണം കുറേ വർഷങ്ങളായി ഒരുമിച്ച് പഠിച്ചവർ, അവർ പ്രണയിച്ചു, പിന്നീട് വിവാഹത്തിലേക്കടക്കം അവർ എത്തുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ജോലി ലഭിച്ച ശേഷമാണ് വിവാഹത്തിൽ നിന്നും ഇവർ പിന്മാറുകയും ചെയ്തത്. ഇതിലൊരു മനോവിഷം ഇയാൾക്ക് നാളുകളായി ഉണ്ടായിരുന്നു. അതിനുശേഷം നിരവധി തവണ ഈ വീട്ടിലെത്തി പെൺകുട്ടി വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ഈ പെൺകുട്ടിയെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇവർ ഫോണിൽ പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇയാൾ വരുന്നത്. സേതുലക്ഷ്മി. ശരി ഷമീർ, വ്യക്തമാണ്.